സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് അമേരിക്കയിലെ ഒരു പ്രസിദ്ധ ഡോക്ടറായ ഡോക്ടർ പീറ്റർ ഗിൽഡൻ ടിക്ടോക്കിൽ ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കും. അദ്ദേഹം പറയുന്നത്, ട്വിൻ ടവർ അറ്റാക്കിലൂടെ ഇസ്ലാമിക് തീവ്രവാദികൾ 3500 പേരെ കൊന്നു. അത് കൊല്ലപ്പെട്ടപ്പോൾ അതിനെതിരെ നമ്മൾ ഒരു യുദ്ധം തന്നെ ചെയ്തു. അവർക്കെതിരായിട്ടുള്ള, അതായത് ഈ ഇസ്ലാമിക് തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം തന്നെ ചെയ്തു. ആ യുദ്ധത്തിൻ്റെ അലയൊലികളായിട്ട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും ഒക്കെ യുദ്ധം ചെയ്ത് അനേകം പേരെ കൊന്നു. അത് ശരിയാണ്. നേരെ മറിച്ച് ഒരൊറ്റ മാസം മെഡിക്കലി ഡയറക്റ്റഡ് ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ കാരണം, അതായത് ഔഷധങ്ങൾ കാരണം, തെറ്റായ ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തത് കാരണം 15,000 പേർ അമേരിക്കയിൽ മാത്രം മരണപ്പെടുന്നു എന്നാണ്. നേരെ മറിച്ച് അതിനെതിരിൽ ഒരു യുദ്ധം പോയിട്ട് ചെറുവിരൽ അനക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അതായത് മെഡിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള, മെഡിക്കലി ഡയറക്റ്റഡ് ആയിട്ടുള്ള കൊലപാതകം അല്ലെങ്കിൽ മരണം ഇത്രയും വ്യാപകമായിട്ടും കൂടുതലായിട്ടും അതിനെതിരിൽ യുദ്ധം പോയിട്ട് അതിനെതിരിൽ ഒരു വാക്ക് പറയാൻ പോലും നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോ ഗവൺമെൻറ്റിനോ കഴിയുന്നില്ല എന്നത് ഒരു പോരായ്മയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് തെറ്റായ ഔഷധങ്ങൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ടും അത് കഴിക്കുന്നത് കൊണ്ടും ഒരു മാസം 15,000 പേർ മരണപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഡ്രഗ് പ്രിസ്ക്രിപ്ഷൻ കാരണം 1915 ഡോക്ടർ ഫ്ലെഷ്നർ റിപ്പോർട്ട് അനുസരിച്ചും ഏകദേശം ഇതേപോലുള്ള മഹാപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, പൊളിറ്റിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ ലീഡർഷിപ്പ് ഇതിനൊക്കെ തന്നെ സഹായത്തിനായിട്ട്, ഇത് പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന ഒരു സാധനം വെക്കുന്നതെന്നും മെഡിക്കൽ ഇൻഷുറൻസ് വഴി ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾക്ക് യഥാർത്ഥത്തിൽ ചിലവ് പോലും ഇല്ലാതെ ആ ഇൻഷുറൻസുകാർ കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഔഷധങ്ങൾ വ്യാപകമായി മനുഷ്യൻ്റെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുവെന്നും അത് അപകടമാണെന്നും ആണ് ഇദ്ദേഹം പറഞ്ഞതിനർത്ഥം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഔഷധങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിക്കാൻ തുടങ്ങുകയെങ്കിലും വേണം എന്നാണ്. അതായത് നമ്മൾ ഇതെങ്ങനെയാണ് മൗലികമായിട്ട് ചിന്തിക്കുമ്പോൾ, ബേസിക്കായിട്ട് ചിന്തിക്കുമ്പോൾ, അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം നിർമ്മിക്കാൻ, ശരീരം ഉണ്ടാക്കാൻ ആവശ്യമായ മൂലകങ്ങൾ അല്ലാത്ത
ആ മൂലകങ്ങൾ തന്നെ അവയുടെ തോതിലും അവയുടെ അനുപാതത്തിലും സംയുക്തമായിട്ടും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള അല്ലാത്ത മറ്റേത് രീതിയിലുള്ള അനുപാതമാണെങ്കിലും അതിൽ പെടാത്ത വസ്തുക്കളും ആണ് പലപ്പോഴും നമ്മൾക്ക് ഔഷധങ്ങളായിട്ട് ഇവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ഔഷധങ്ങൾക്ക് നമ്മളെ ശരീരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നെങ്കിലും ഈ ആധുനിക അന്ധവിശ്വാസത്തിൻ്റെ കുറിച്ചിട്ട് ചിന്തിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും യഥാർത്ഥത്തിൽ അത് ഉണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്യാനുള്ള എന്ത് പരീക്ഷണ നിരീക്ഷണങ്ങളാണ് നടത്തുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു പരീക്ഷണം നടത്തുമ്പോൾ പരമാവധി മറ്റ് വേരിയബിൾസൊക്കെ ഇല്ലാതാക്കണം. ജീവൻ എന്ന വസ്തുവിൽ, ജീവനുള്ള വസ്തുവിലാണ് നമ്മൾ പരീക്ഷണം നടത്തുന്നത്. ജീവനുള്ള വസ്തുവിനുള്ള പൊതുവായ ഒരു സ്വഭാവമാണ് സെൽഫ് ഹീലിംഗ് എന്നതും സെൽഫ് റിപ്പയറിങ് എന്നതും സെൽഫ് ജനറേറ്റിംഗ് എന്നതും സെൽഫ് ക്രിയേറ്റിംഗ് എന്നതും. ഇത് ഉള്ളിടത്തോളം ഈ സ്വഭാവം ഇല്ലാതാക്കിയാൽ ജീവൻ തന്നെ ഇല്ലാതാവും. പിന്നെ ഈ മരുന്ന് കൊടുത്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ആ സമയം കൊണ്ട് സ്വയം ശരീരം സ്വാഭാവികമായും മാറ്റുന്ന രീതിയിൽ മാറ്റുകയാണോ രോഗങ്ങൾ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? സെൽഫ് റിപ്പയറിങ് കൊണ്ടാണോ? അതല്ല, ഈ അന്യവസ്തു അകത്തേക്ക് വരുമ്പോൾ അതിന് ഉള്ള പ്രതികരണം എന്നുള്ള നിലക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതാവുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഈ ശരീരം നിർമ്മിക്കാൻ ആവശ്യമില്ലാത്ത ഒരു അന്യവസ്തു, ഒരു പോഷക വസ്തു അല്ലാത്ത ഒരു വസ്തു, അല്ലെങ്കിൽ പാഷാണം, അല്ലെങ്കിൽ വിഷവസ്തു, അത് കുറഞ്ഞ തോതിൽ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ശരീരത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരു ആരോഗ്യത്തിലേക്ക് അതിന് നയിക്കാൻ കഴിയുക എന്നുള്ള ആ ചോദ്യത്തിന് ഇവർ ഉത്തരം പറയാൻ, ഈ പ്രത്യേകിച്ചും ഈ ഔഷധങ്ങൾ യഥേഷ്ടം കൊടുക്കുന്ന, യഥേഷ്ടം ഔഷധങ്ങൾ എഴുതുന്ന, ഞാൻ പറയുന്നത് വളരെ കുറഞ്ഞ, ഇപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇന്ന ലക്ഷണം പെട്ടെന്ന് മാറാനായിട്ട് ഒരു ഗുളിക, ഒരു മരുന്ന് കൊടുക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ ഇങ്ങനെ ഓരോ ചെറിയ രോഗത്തിനും 8ഉം 10ഉം വ്യത്യസ്ത തരം മരുന്നുകളും വൈറ്റമിൻസും അതും ഇതൊക്കെ കൊടുക്കുന്നതിനുള്ള ന്യായീകരണം എന്താണ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് നടത്തും. എന്തായാലും നമ്മളെ ശരീരം എന്നത്, അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്നത്, അല്ലെങ്കിൽ ജീവനുള്ള എല്ലാ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഇനി അതിൽ സൂക്ഷ്മജീവികളുടെയും ഒക്കെ ശരീരം എന്നത് സ്വാഭാവികമായി ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ മറ്റെല്ലാ വ്യവസ്ഥകളെയും പോലെ, ഇപ്പോൾ സൗരയൂഥം, അതേപോലെ തന്നെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ബന്ധം, ചന്ദ്രനും സൂര്യൻ ഭൂമിയും തമ്മിലുള്ള ബന്ധം, അതേപോലുള്ള ഒരു ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ നിയമങ്ങളല്ലാത്ത, അതിൻ്റെ നിയമത്തിൽപ്പെടാത്ത ഒരു പുതിയ സാധനം ഔഷധം എന്ന പേരിലോ അല്ലെങ്കിൽ ഗവേഷണം നടത്തി എന്ന പേരിലോ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ധനാത്മകമായിട്ട് എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുക എന്നുള്ളത്
യഥാർത്ഥത്തിൽ നമ്മൾ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഇതിനു മുമ്പ് നമ്മളെ പറ്റിച്ച പോലെ ഈ മാട്ടുമാരണങ്ങൾ ചെയ്തിട്ടും ഉറുക്കെഴുതിയിട്ടും അല്ലെങ്കിൽ പിന്നെ മുടി കൊണ്ടും മറ്റൊക്കെ പറ്റിച്ചതുപോലെ തന്നെയുള്ള ഒരു മാനസിക പ്രക്ഷാളനത്തിൻ്റെ ഭാഗമായി മാനസികമായ ഒരു ഓറിയൻറ്റേഷൻ മാത്രമാണോ ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്നെങ്കിലും നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം ഇത്രത്തോളം വളർന്ന ഈ കാലഘട്ടത്തിൽ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ യുഗത്തിൽ മറ്റതൊക്കെ അതിൻ്റെ മുമ്പുള്ള വളരെ പഴയ പ്രാകൃതമായ ചില വിശ്വാസങ്ങളാണ്. അതല്ലാത്ത ആധുനിക കാലത്ത് ഈ ശാസ്ത്രയുഗത്തിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഗഹനമായ പരിശോധനകളും ഗവേഷണങ്ങളും നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആരോഗ്യം എന്നത് യഥാർത്ഥത്തിൽ മതം അല്ലെങ്കിൽ ദൈവം എന്നത് കുത്തകയാക്കിയതുപോലെ ബഹുരാഷ്ട്ര കുത്തകയാക്കി വച്ചിരിക്കുകയാണെന്നും അവരിൽ നിന്ന് ഈ ആരോഗ്യ സംരക്ഷണത്തെ അല്ലെങ്കിൽ ചികിത്സയെ പൂർണ്ണമായും വേർപെടുത്തി സമൂഹത്തിൻ്റെ പൊതുവായ ലക്ഷ്യത്തിനും അത് ഒരാളുടെ കീശ വീർപ്പിക്കാനോ മറ്റുള്ള ആൾക്കാരുടെ അധ്വാനത്തെയും അവരുടെ സമ്പത്തിനെയും കൊള്ളയടിക്കാനോ അത് പിടിച്ചു പറിക്കാനോ അത് കൈക്കലാക്കാനോ ഉള്ള ആ സംസ്കാരം ആ രീതി പാടെ ഒഴിവാക്കി ആരോഗ്യ സംരക്ഷണം എന്നത് ചികിത്സ എന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരണം. അപ്പോഴേ ഇതിലെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതേപോലെ തന്നെ പറ്റിക്കലും വഞ്ചിക്കലും ഒക്കെ ഇല്ലാതാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മെഡിസിൻ എന്നത് എത്ര കണ്ട്, പ്രത്യേകിച്ചും ഫാർമക്കോളജി എന്നത് എത്ര കണ്ട് ഈ ചികിത്സാ കാര്യത്തിൽ എത്ര കണ്ട് ഫലപ്രദമാണ്, അതുകൊണ്ട് എത്ര കണ്ട് അപകടം ഉണ്ടാവും എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒരു പുതിയ രാസവസ്തു, കെമിക്കലായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ പിന്നെ അന്യവസ്തു കടന്നു വന്നാൽ അതിനെ ശരിക്കും ഈ ആധുനിക കാലത്ത് ഉണ്ടാക്കിയ ഒന്നാണെങ്കിൽ അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചറും മറ്റൊക്കെ കൊണ്ട് തന്നെ അതിനെ സ്വാഭാവികമായിട്ടും പുറന്തള്ളാനുള്ള അനുഭവം പരിചയവും നമ്മളെ ശരീരത്തിന് ഉണ്ടായിക്കൊള്ളുന്നു. ശരീരത്തിനാകെ അതുണ്ടായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള പരിചയമുള്ളൂ. നേരെ മറിച്ച് ഈ ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ വളർന്നതിന് ശേഷം നമ്മൾ ഈ തട്ടിക്കൂട്ട് ഈ ലാബറട്ടറിയിലൊക്കെ ഉണ്ടാക്കിയ ഈ വസ്തുക്കളും അതിനൊക്കെ പുറന്തള്ളാൻ അതിന് കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അന്യവസ്തു നമ്മുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ അത് അടുത്ത തലമുറകളിലേക്ക് പോലും നമ്മൾ ജീനുകളിലൂടെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പകരാൻ അത് നമ്മുടെ മനുഷ്യൻ എന്ന ഈ സ്പേഷീസിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ DDT എന്നത് മനുഷ്യൻ്റെ പിന്നെ പ്രത്യേകിച്ചും പുരുഷൻ്റെ സ്പേമിൽ പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ഈ ഔഷധങ്ങൾ, അതായത് പുതുതായിട്ട് കണ്ടെത്തിയ ഔഷധങ്ങൾ കുറച്ച് ആൾക്കാരുടെ സ്വകാര്യ ലാഭം അല്ലെങ്കിൽ മറ്റുള്ളവരെ അധ്വാനം ചൂഷണം ചെയ്യാനായിട്ട് ഉപയോഗിച്ചാൽ അത് മനുഷ്യകുലത്തിന് ഒന്നായിട്ട് അപകടമാവാൻ സാധ്യതയുണ്ട്. പുതിയ രോഗങ്ങൾ, പുതിയ
വൈകൃതങ്ങളെ ഒക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ, മനുഷ്യകുലത്തിൽ നിലനിൽക്കാനും അതിൻ്റെ വിത്ത് പാകാനും പോലും ഈ രീതിയിലുള്ള ഈ ഫാർമക്കോളജിയിലും ഫാർമസി മൾട്ടിനാഷണൽസും കൊണ്ട് അവരുടെ കണ്ണ് കാണാത്ത ആർത്തി കൊണ്ടുണ്ടാവുന്ന ചൂഷണം, അപകടം വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് ഗൗരവമായ ചിന്ത വേണമെന്നും, ഇത് പ്രത്യേകിച്ചും ഓരോ മരുന്ന് എഴുതി കൊടുക്കുന്ന ഡോക്ടർമാരും അവരുടെ കൈ വറക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്തേക്ക് അന്യവസ്തുക്കൾ, അതായത് ഹിതവും മിതവുമായ ഭക്ഷ്യവസ്തുക്കളല്ലാത്ത, ആ ശരീരത്തെ ഉണ്ടാക്കാനായിട്ടുള്ള വസ്തുക്കളല്ലാത്ത വസ്തുക്കൾ കൊടുക്കുന്നത് അപകടമാണ്. അത് നിങ്ങൾക്കും അപകടമാണ്, നമ്മളെ ഈ മനുഷ്യകുലത്തിനാകെ അപകടമാണ്, ഇനി വരുന്ന തലമുറക്കും അപകടമാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാരും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിൻ്റെ സാങ്കത്യം, പ്രത്യേകിച്ചും ഈ ഔഷധങ്ങൾ എന്ന ബഹുമാന്യമായ പേരിട്ടിട്ട് ഈ അന്യവസ്തുക്കൾ അല്ലെങ്കിൽ പോഷകങ്ങളല്ലാത്ത വസ്തുക്കൾ മനുഷ്യരുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്ന ഈ അശാസ്ത്രീയമായ പ്രവണത അപകടം ചെയ്യുന്നു. അത് മനുഷ്യകുലത്തിനാകെ അപകടകരമാവാൻ സാധ്യതയുണ്ടെന്നും അത് ഇനി വരുന്ന തലമുറകളെ തന്നെ പൊള്യൂട്ട് ചെയ്യാൻ സാധ്യമാണെന്നും ഓർക്കുക എന്ന് ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.